വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം അവതാളത്തിലായി എന്ന ന്യൂസ് മലയാളം വാർത്തയിൽ നടപടിയെടുത്ത മന്ത്രി ടി സിദ്ദിഖ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ തസ്തികയിലേക്ക് ആളെ നിയമിച്ചു. ടൗൺഷിപ്പിൽ നിന്ന് മാറ്റിയ 3 കിഫ്കോൺ ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ തിരികെ ജോലിയിൽ കയറുമെന്ന് സിദ്ദിഖ് അറിയിച്ചു. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റിയ 3 ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ചുമതലയെടുത്തു. സർക്കാരുമായി ആലോചിക്കാതെയാണ് അതിൽ തീരുമാനമെടുത്തത്. അങ്ങനെ ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ ഏകോപനവും പ്രവർത്തനവും താളം തെറ്റാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവർ 3 പേരും വരും. ഫുൾ ടൈമറായിട്ടുള്ള ആളും വരും. ടൗൺഷിപ്പിലേക്ക് മാറിയവരുടെ ദിനപത്ത് തുടരുമെന്നും മഴവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. വിവരങ്ങളുമായി എം മുബാറക്കാണ് ചേരുന്നത്. മുബാറക്ക്, അങ്ങനെ ന്യൂസ് മലയാളം ഒരു വാർത്ത ചെയ്യേണ്ടി വന്നു മന്ത്രിക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാൻ. അത്രവരെയും ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. അവിടെയുള്ളവർ ജനങ്ങളൊക്കെ ഗുണഭോക്താക്കളൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. അതൊന്നും കണ്ടില്ല. പക്ഷേ വാർത്ത വന്നു, ഇതൊക്കെ കണ്ടു, അതിലൊരു ഇടപെടലുണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഷാമിലി, അതായത് ഈ കിഫ്കോൺ ഉദ്യോഗസ്ഥരും അതുപോലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും അവിടെ നിന്ന് സ്ഥലം മാറി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സർക്കാർ ഈ വിഷയം അറിയുന്നത് എന്നുള്ളതാണ്. അതായത് ഈ സർക്കാർ നിർവഹണ ഏജൻസി ആയിട്ടുള്ള കിഫ്കോൺ, അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന കിഫ്ബിയാണ് ഈ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചതെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അതായത് ഈ ദുരന്ത ബാധിതർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ന്യൂസ് മലയാളം വാർത്ത കൊടുത്തതിന് പിന്നാലെയാണ് ഈ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതും ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നതും എന്നുള്ളതാണ്. പ്രധാനമായും 1 മാസക്കാലമായി ഒഴിഞ്ഞുകിടന്നിരുന്ന ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ സ്ഥാനത്തേക്ക് ഇന്ന് പുതിയൊരാൾ ചുമതലയെടുക്കും എന്നുള്ളതാണ്. കൂടാതെ കിഫ്കോണിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഉദ്യോഗസ്ഥർ ആരെയാണോ പിൻവലിച്ചത് അവരെ 3 പേരെയും ഇന്ന് തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരും ഇന്ന് അവിടെ സ്ഥലത്തെത്തി ചാർജ് എടുക്കും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്നാൽ ഈ ടൗൺഷിപ്പിൽ സ്ഥലം മാറിയിട്ടുള്ള 178, അതായത് താമസം തുടങ്ങിയിട്ടുള്ള 178 കുടുംബങ്ങൾ ണ്ട്. ഇവർക്ക് മാസം തോറും നൽകി വന്നിരുന്ന വാടക സർക്കാർ ഒഴിവാക്കും. അവർക്ക് നൽകി വരുന്ന ദിനപത്ത മാസം തോറും തുടരും എന്നുള്ള കാര്യമാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ടൗൺഷിപ്പിൽ ചെളി, അതായത് ഈ മഴ ശക്തമായതോടെ ചളി നിറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് അതിലൂടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അതിലൂടെ യാത്രാ സൗകര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവിടെ നിന്നും കുത്തിയൊലിച്ചിറങ്ങുന്ന ചെളി കൽപ്പറ്റ ടൗണിലേക്കടക്കം ഒലിച്ചിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് കാസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയും കൂടാതെ KSDMA, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ചർച്ചകൾ നടത്തി ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ടൗണിലടക്കം വിശദമായ പഠനം നടത്തി ഇത് പരിഹരിക്കുന്നതിനായിട്ടുള്ള നടപടി ഈ മന്ത്രിയുടെ ഇടപെടലിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ഈ ദുരന്ത ബാധിതർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾക്ക് ഒരു അറുതി നൽകുന്ന വാർത്തയാണ് ന്യൂസ് മലയാളം വാർത്തയുടെ പിന്നാലെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്യാമിലി. ശരി.